എടുക്കുകയുള്ളൂ. ഞാൻ ഈ വീഡിയോ ഉണ്ടല്ലോ ഒറ്റ വട്ടേ കണ്ടിട്ടുള്ളൂ. രണ്ടാമത്തെ വട്ടം കാണാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ആ വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കാണാൻ പറ്റൂല. അത്രക്ക് ക്രൂരമായിട്ടാണ് ആ ചെറുപ്പക്കാരനോട്, അല്ലെങ്കിൽ ആ 18 വയസ്സ് ചെറുപ്പക്കാരെന്നും പറയാൻ പറ്റില്ല, ഒരു കുട്ടീനോട് അവർ ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾ മനസ്സിലായി, ഈ ഉത്സവത്തിനൊക്കെ നല്ല ഒച്ച ഉണ്ടാവും. ആ ഒച്ചൻ്റെ ഇടയിൽ സാധാ ഒരു മൊബൈൽ ഫോണിലെടുത്ത വിഷ്വലാണത്. അപ്പം നമ്മൾ തന്നെ അത് അത്രയ്ക്ക് ഒച്ചത്ത് കേൾക്കുമ്പോൾ, ആ പട്ടികയും കൊണ്ട് അടിക്കുന്ന ശബ്ദം നമ്മൾ അത്രയ്ക്ക് ഒച്ചത്ത് കേൾക്കുമ്പോൾ എന്തുമാത്രം വലിച്ചിട്ടായിരിക്കും അത് അടിച്ചിട്ടുണ്ടാകുക. ആ ഒരൊറ്റ അടിയിലാണ് ആ ചെക്കൻ മരിച്ചത്. ഈ ചെറിയ നിസാര സംഭവമേ ഉള്ളൂ. അതായത് അവൻ നടന്നു പോകുന്ന സമയത്ത് ഇവരെല്ലാവരും കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അറിയാണ്ടൊന്ന് മേത്ത് തട്ടിപ്പോയപ്പോൾ ഈ കൂട്ടം കൂടി നിൽക്കുന്ന ആൾക്കാർ ഇവനെ തെറി വിളിച്ചപ്പോൾ ഇവനൊന്ന് തിരിഞ്ഞു നോക്കി. നീ എന്തിനാടാ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അടിച്ച്, പിന്നെ അവിടെ നിന്ന് അത് പോരായിട്ട് ഓഡിറ്റോറിയത്തിൻ്റെ ബേക്ക് കൊണ്ടുപോയിട്ട് തല്ലിക്കൊന്നു. അത്രയും ആൾക്കാർ നോക്കി നിൽക്കുക, ഒരാൾ പോലും പിടിച്ചു മാറ്റിയില്ല എന്നാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. ആരെങ്കിലും ഒരാൾ പിടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഇന്ന് ആ ഈ ചെക്കൻ നമ്മളോടൊപ്പം ഉണ്ടാവുമായിരുന്നു. എന്ത് ക്രൂരമായിട്ടാണ് നിങ്ങൾ ആ വീഡിയോ എല്ലാം വലിയ വലിയ പോത്തന്മാരാണ് ആ ചെറിയ ചെക്കനെ തല്ലിക്കൊന്നിട്ടുള്ളത്. എന്നിട്ട് അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് അവരൊക്കെ രക്ഷപ്പെട്ടു. അതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണിച്ചു തരാം, ഇദ്ദേഹത്തിൻ്റെ അടി കൊണ്ടാണ് ആ ചെക്കൻ മരിച്ചിട്ടുള്ളത്. അവനിപ്പോഴും ഒളിവിൽ, അവനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ അത്യാവശ്യം സ്വാധീനമുള്ള ആൾക്കാരായിരിക്കും, അതുകൊണ്ടായിരിക്കും പിടിക്കാത്തത്. ആ ചെക്കൻ്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛനെ നിങ്ങൾ വീഡിയോയിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഒരു തീരെ സുഖമില്ലാത്ത ഒരാളാണ്. അമ്മയേറ്റ ജോലിക്ക് പോകുന്നുണ്ട്. ഈ ചെക്കനും വേറൊരു 2 മക്കളാണുള്ളത്. ആകെ ആ വീടിൻ്റെ ആശ്രയം എന്ന് പറയുന്നത് ഈ ഒരു ചെക്കനായിരുന്നു. അവനെയാണ് ഇവർ തല്ലിക്കൊന്നിട്ടുള്ളത്. നമ്മൾ പിന്നെ ഇത്തരം വീഡിയോസ് നോർത്ത് ഇന്ത്യയിൽ UP അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പണ്ട് കാണലുണ്ട്. ഇതൊക്കെ ഇപ്പം നമ്മളെ നാട്ടിലും സർവ്വസാധാരണമായിട്ട് നടക്കുകയാണ്. ആർക്കും ഒരു പേടിയില്ല. ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള രീതിയിലേക്ക് നമ്മളെ സംസ്ഥാനം മാറിക്കഴിഞ്ഞു. ഈ വീഡിയോ ഉണ്ടല്ലോ, ഇപ്പം നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ വിഷ്വൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, മാക്സിമം ഷെയർ ചെയ്തിട്ട് ഇവന്മാർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഈ 2 ആളെ കിട്ടിയിട്ടുള്ളൂ. മെയിനായിട്ട് ആ കുട്ടീനെ തല്ലിക്കൊന്നവനെ കിട്ടിയിട്ടില്ല. ആ കിട്ടുന്നത് വരെ നിങ്ങൾ ആ വിഷ്വൽ ഷെയർ ചെയ്ത്, ഇത് വലിയ ന്യൂസ് ചാനലുകളൊന്നും ഇതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാക്സിമം സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ റിപ്പോർട്ട് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത്, ഇവനെ കിട്ടുന്നത് വരെ ഇത് ഷെയർ ചെയ്ത് മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ എല്ലാവരും ഒന്നിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള അക്രമങ്ങളുണ്ടല്ലോ തുടർന്നുകൊണ്ടേയിരിക്കും.